പൃഥ്വിരാജ് ആയതുകൊണ്ടാണ് എനിക്ക് വേഷം ചെയ്യാൻ സാധിച്ചത്. അതിന് തയ്യാറാകാനുള്ള ഒരു മനസ്സുള്ള വ്യക്തിയാണ് പൃഥ്വിരാജ് എന്ന് ഞാൻ പറയുന്നു. അത് തീർച്ചയായിട്ടും എനിക്ക് അതിനോട് ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ പൃഥ്വിരാജിനോട് കടപ്പെട്ടിരിക്കുന്നു. പൃഥ്വിരാജ് അല്ലാതെ മറ്റൊരാളാണെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു വേഷം ചെയ്യാൻ പറ്റില്ല. ഐ ലവ് യു രാജു, അത്രയൊക്കെ പറയുള്ളൂ. അങ്ങനെ മനസ്സ് ഞാൻ എൻ്റെ ഹൃദയം ഞാൻ അവർ പറിച്ചു കൊടുക്കാൻ തയ്യാറാണ്. അല്ലെ എനിക്കിങ്ങനെ നിങ്ങളിങ്ങനെ ഒരു സ്നേഹം എനിക്ക് തോന്നുന്നു രാജു ആണെന്ന് തോന്നുന്നു എന്നെ ഇതിലേക്ക് ഷമ്മിച്ചേട്ടനാണ് അത് നല്ലത് എന്നുള്ള രീതി. തുമ്മിയാത്തെറിക്കണ മൂക്കാണ് പോട്ട് ഈ പിള്ളേരല്ലേ, മൂക്കിന്റെ ആവശ്യമുണ്ടോ? ചാടി കടന്നവനാടാ. അപ്പൊ പിന്നെ അതിനകത്ത് എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾക്കാ കുഴപ്പം. എന്നെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞാൽ നിങ്ങളുടെ ഫാൻസായിരിക്കും. ഞാൻ ഇഷ്ടപ്പെട്ടതുണ്ട്, പടം ഇഷ്ടപ്പെട്ടത് സത്യമായിട്ട് പറയാം. എങ്ങനെയുണ്ട് പടം? നല്ല പടമല്ലേ? പിന്നെ എന്തിനാണെങ്കിലും ഈ ചില സംഘടനകൾ അല്ലെങ്കിൽ ചില അസോസിയേഷനൊക്കെ മാറ്റി നിർത്തലുണ്ടായിരുന്നു. ഈ സിനിമ കണ്ടപ്പോൾ എല്ലാവരും പറയുന്നത് ഇത്രയും കാലിബറുള്ള ഒരു നടൻ അല്ലെങ്കിൽ ആ ഒരു നടന്റെ മകനെ മലയാള സിനിമ എപ്പോഴും അച്ഛനെ പോലെ തന്നെ മിസ് ചെയ്യുക എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത്. ഷംചേട്ടന് തോന്നിയിരുന്നു ഇത്തരം മാറ്റി നിർത്തൽപ്പെടും നല്ല സിനിമകൾ വന്നു ചേരും എന്നെങ്കിലും എന്നെ അറിയും, എന്റെ സത്യങ്ങൾ പുറത്തു വരുമെന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഞങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ട്. കാരണം നിങ്ങളുടെ മനസ്സിൽ മാറ്റിയിട്ടില്ലല്ലോ, അതാണ് അതുകൊണ്ടാണ്. പിന്നെ അതിനൊക്കെ ഞാൻ ഇനി എന്ത് മറുപടി പറയാനാ? നല്ല പ്രകാശങ്ങളെ ഒത്തിരിയേറെ മൂടി വെക്കാനൊക്കെ, നല്ല പ്രകാശമാണ് അത് മൂടി വെക്കാനൊക്കെയാണ്. കുറെ കഴിയുമ്പോൾ എങ്ങനെയും അത് വെളിയിൽ വരും, അതാണ് അതിന്റെ സത്യം. അതിന്റെ ഒരു കണ്ടില്ലേ, നിങ്ങൾ കണ്ടില്ലേ അത് നഷ്ടങ്ങൾ സംഭവിക്കുന്ന മലയാള സിനിമയ്ക്ക് ഈ ഇത്രയും കാലിബറുള്ള നടനെയൊക്കെ ഉപയോഗിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം അത് മാറ്റി ആവശ്യമില്ലാതൊക്കെ പറഞ്ഞു. എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾക്കാ കുഴപ്പം. എന്നെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞാൽ നിങ്ങളുടെ ഫാൻസായിരിക്കും. ഞാനൊരു വ്യക്തി ഞാനൊരു ഭാഷയെ പറ്റി സംസാരിക്കുക, അല്ലാതല്ലേ ചെയ്യേണ്ടത്. കാരണം നമുക്ക് തിലകൻ ഇതുപോലെ അവസാന നിമിഷങ്ങൾ നമുക്ക് മിസ്സായിരുന്നു. ഒരുപാട് കഥാപാത്രങ്ങൾ അദ്ദേഹത്തിൽ വന്നു ചേരേണ്ട കുറെ കഥാപാത്രങ്ങൾ നമുക്ക് മിസ്സായിരുന്നു. കുറെ വിഷയങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ടും ചേട്ടൻ ഇതുപോലെ അച്ഛൻ്റെ വിഷയങ്ങൾ ഇടപെട്ടുകൊണ്ട് ചേട്ടനും ഇതുപോലെ വേഷങ്ങൾ മിസ്സായിട്ടുണ്ട്. അപ്പൊ അതിൽ ഖേദിക്കുന്നത് മലയാള പ്രേക്ഷകരാണ്. അപ്പൊ ഈ സിനിമാ രംഗത്ത് നിന്ന് ഇത്തരം മാറ്റി നിർത്തപ്പെട്ടപ്പോഴും റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടോ എന്തെങ്കിലും ചേട്ടനെ സംബന്ധിച്ച്? റിഗ്രറ്റ് തോന്നിട്ടോ? എനിക്ക് അങ്ങനെ സംഭവമില്ല. ഒന്നാമത്തെ കാര്യം, ഇതിനപ്പുറം ചാടി കടന്നവനാടാ. അപ്പൊ പിന്നെ അതിനകത്തൊരു റിഗ്രറ്റ് തോന്നുന്ന കാര്യം എന്താ? ഇല്ല, അത്ര തന്നെ ഉള്ളൂ. തുമ്മിയാത്തെറിക്കണ മോക്കാണ് പോട്ടി പുല്ല്. ഞാൻ ആദ്യം മറ്റേ ചെങ്കോൾ സിനിമയിൽ പറഞ്ഞ ഡയലോഗായത്. തുമ്മിയാത്തെറിക്കണ മൂക്കാണ് പോട്ട് ഈ പിള്ളേരല്ലേ, മൂക്കിന്റെ ആവശ്യമുണ്ടോ? മൂക്കെന്തിനുള്ളതാണ് അല്ലേ? അത് തുമ്മിയാത്തെറിച്ച് പോകുന്നതാണെങ്കിൽ പോട്ടെ, അത്രേ ഉള്ളൂ. ഞാൻ അത് തന്നെ അങ്ങനെ തന്നെ ഞാൻ കരുതുന്നുള്ളൂ. എല്ലാത്തിനും പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കുക. അല്ലാതെ നമ്മള് ചില നേരങ്ങളിൽ ചില ആൾക്കാർ ഇങ്ങനെയാണ്, അവരെ നമുക്ക് തിരുത്താൻ പറ്റത്തില്ല. അങ്ങനെ തന്നെ വിചാരിക്കുക. എപ്പോഴും എന്താണ് നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറി അവരെക്കാണ് എഴുതി വെച്ചിരിക്കുന്നതെന്നാണ് സത്യമേവ ജയതേ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ? അതിനർത്ഥം എന്താണ്? സത്യം ഒരുപാട് ജയിക്കും. അത്രയാണ്, എവിടെയും സത്യമേ ജയിക്കും. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ നല്ല കഥാപാത്രങ്ങൾ ചെയ്യാനാണ് ഏതൊരു നടനും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ വിലായത്ത് ബുദ്ധ എന്ന് പറഞ്ഞൊരു നല്ല കേന്ദ്ര കഥാപാത്രമായിട്ടുള്ളൊരു ഒരു കഥ വന്നപ്പോൾ ഉണ്ടായ ഒരു ഇത് വികാരം എന്തായിരുന്നു ചേട്ടൻ? ഞാൻ അത്ഭുതപ്പെടുക. കാര്യം ഒരു പരിധിവരെ ഇത് ഈ വിലായത്ത് ബുദ്ധ എന്ന സിനിമയിലെ നായകൻ പൃഥ്വിരാജ് അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ വേഷം ചെയ്യില്ല. പൃഥ്വിരാജ് ആയതുകൊണ്ടാണ് എനിക്ക് വേഷം ചെയ്യാൻ സാധിച്ചത്. കാര്യം നമുക്കറിയാമല്ലോ, ആ കഥാപാത്രം ഞാൻ ചെയ്തതല്ല ഞാൻ പറയുന്നത്. ആ കഥാപാത്രം എന്ന് പറയുന്നത് പൃഥ്വിരാജിന്റെ കഥാപാത്രത്തിനേക്കാൾ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് ഭാസ്കരൻ മാസ്റ്ററുടെ കഥാപാത്രം. നമ്മുടെ പൃഥ്വിരാജിന്റെ ഗുരുവാണ്. ആ സ്ഥാനത്ത് അങ്ങനെയുള്ള ഒരു കഥാപാത്രത്തിന് എന്നെ പോലൊരു നടനെ കൊണ്ട് ഒരു പരിധിവരെ എന്താണ് അദ്ദേഹത്തിനേക്കാളും കുറച്ച് സീൻ ബേസിൽ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അതിന് തയ്യാറാകാനുള്ള ഒരു മനസ്സുള്ള വ്യക്തിയാണ് പൃഥ്വിരാജ് എന്ന് ഞാൻ പറയുന്നു. അത് തീർച്ചയായിട്ടും എനിക്ക് അതിനോട് ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ പൃഥ്വിരാജിനോട് കടപ്പെട്ടിരിക്കുന്നു. പൃഥ്വിരാജ് അല്ലാതെ മറ്റൊരാളാണെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു വേഷം ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അതിന് ക്രെഡിറ്റും തീർച്ചയായിട്ടും പൃഥ്വിരാജിനാണ്. ഡയറക്ടർ കൊണ്ട് ഇല്ലെന്നല്ല, അതിനേക്കാൾ കൂടുതൽ രാജുവിനാണ് ആ ക്രെഡിറ്റും കൂടുതൽ. സോ ഐ ലവ് യു രാജു, അത്രയൊക്കെ പറയുള്ളൂ. അങ്ങനെയുള്ളവരല്ലേ നമുക്ക് ഇഷ്ടമുണ്ടാവുള്ളൂ. അതിന് ആത്മാർത്ഥമായ ഇഷ്ടമാണ്. എൻ്റെ മനസ്സ് ഞാൻ എൻ്റെ ഹൃദയം ഞാൻ അവർ പറിച്ചു കൊടുക്കാൻ തയ്യാറാണ്. അല്ല എനിക്കിങ്ങനെ നിങ്ങളിങ്ങനെ ഒരു സ്നേഹം എനിക്ക് കിട്ടാനായിട്ടുള്ള അവസ്ഥയിലേക്ക് എന്നെ എത്തിച്ചതിൻ്റെ കാരണക്കാരൻ പൃഥ്വിരാജാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് എനിക്ക് എപ്പോഴും
നന്ദിയുണ്ട്. ആ നന്ദി ഞാൻ എൻ്റെ എന്താണ് ആജീവനാന്ത് ഞാനത് മനസ്സിൽ കൊണ്ടുനടക്കും. എൻ്റെ ഹൃദയത്തിൽ ഞാനത് സൂക്ഷിക്കും, കാത്തു സൂക്ഷിക്കും. അത് വേറെ ആരോടും എനിക്ക് അത്ര ഉണ്ടാവില്ല. പലരോടും ഉണ്ട്, ചിലരോടുണ്ട്. അത്രയും ഒരാളും എന്നെ എന്താണ് ഈ രീതിയിൽ എനിക്ക് തോന്നുന്നു രാജുവാണെന്ന് തോന്നുന്നു എന്നെ ഇതിലേക്ക് ഷമ്മിച്ചേട്ടനാണ് അത് നല്ലത് എന്നുള്ള രീതി ആദ്യം പറഞ്ഞതുപോലും രാജുവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുപോലെയുള്ള ആ ഒരു നടന്റെ ഒരു മനസ്ഥിതി അത് നമ്മൾ ആൾക്കാരും കാണാതെ പോകരുത്. അദ്ദേഹത്തിനെതിരെയൊക്കെ കഴിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് കൊള്ളും. അതെ. ഇപ്പൊ മലയാള